നമസ്കാരം. ഒരു ബ്രാൻഡ് നെയിം കണ്ടെത്താനായിട്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ടോ നിങ്ങൾ? ഉണ്ടെങ്കിൽ നിങ്ങൾ മാത്രമല്ല, ഒട്ടുമിക്ക ബിസിനസ്സുകാരും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചാലഞ്ചസിലൊന്ന് നല്ലൊരു ബ്രാൻഡ് നെയിം കണ്ടെത്തുക എന്നുള്ളത് തന്നെ ആയിരിക്കും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഒരു മേഖലയിൽ, പ്രത്യേകിച്ച് ട്രേഡ് മാർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിലും ഒപ്പം തന്നെ കൺസ്യൂമർ സൈക്കോളജി, മാർക്കറ്റ് ട്രെൻഡ്സ്, ഈ മേഖലയിലെല്ലാം റിസർച്ച് ചെയ്യുന്നുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ കുറച്ചധികം ട്രേഡ് മാർക്സ് നമ്മുടെ ക്ലയൻസിന് റെഫർ ചെയ്തിട്ടുമുണ്ട് കൺസൾട്ടേഷൻ വഴി. ആൻഡ് നമുക്കതിൽ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് 100% ആണ്. ഇതുവരെ 100% ബ്രാൻഡ് നെയിംസിന് നമുക്ക് ട്രേഡ് മാർക്സ് രജിസ്റ്റർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇപ്പം അണ്ടർ പ്രോസസ്സിംഗ് ഇല്ല, കാരണം അതൊരു ലോങ് ടേം പ്രോസസ് ആണല്ലോ. അപ്പം ഈ ഒരു എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ ഒരു പേര് കണ്ടെത്തുന്ന സമയത്ത്, ഒരു ബ്രാൻഡ് നെയിം ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലുള്ള ബ്രാൻഡ് നെയിംസ് ആണ് ഉള്ളത്, ഈ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതിന് മുമ്പ് നിങ്ങൾക്ക് ബ്രാൻഡ് നെയിം കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്കൊരു ബ്രാൻഡ് നെയിം ചൂസ് ചെയ്യണം, നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ കഴിയുന്നില്ല, സോ നിങ്ങൾക്കൊരു എക്സ്റ്റേണൽ അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്നെ കണക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരുമിച്ച് ഇരുന്നിട്ട് നിങ്ങളുടെ ബ്രാൻഡ് നെയിം ചൂസ് ചെയ്യാം. അത് വെറുതെ അങ്ങ് ചൂസ് ചെയ്യുന്നതല്ല, ഞാൻ കുറേ ബ്രാൻഡ് നെയിംസ് നിങ്ങൾക്ക് റെഫർ ചെയ്യുന്ന പരിപാടിയല്ല അത്. നമ്മൾ ഒരുമിച്ച് ഇരുന്നിട്ട് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ട്, കാരണം ഇതിനകത്ത് ഒരു സ്റ്റേജ് ബൈ സ്റ്റേജ് പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിലൂടെ പോയെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടൊരു ബ്രാൻഡ് നെയിമിലേക്ക് എത്താനായിട്ട് കഴിയത്തുള്ളൂ. വളരെ ബ്ലാങ്ക് ആയിട്ട് നിന്നുകൊണ്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ബ്രാൻഡ് നെയിം കിട്ടത്തില്ല. കിട്ടുകയാണെങ്കിൽ പോലും അത് ഒരിക്കലും നിങ്ങളുടെ ബിസിനസ്സിന് ആപ്റ്റായെന്ന് വരത്തില്ല. ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യാനുണ്ട്. അതിൽ ട്രേഡ് മാർക്ക് നിയമമാണെന്നുണ്ടെങ്കിലും, മാർക്കറ്റ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിലും, കൺസ്യൂമർ സൈക്കോളജി ആണെങ്കിലും, ഭാഷയാണെന്നുണ്ടെങ്കിലും, മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിലും, ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് വേണം ഒരു ബ്രാൻഡ് നെയിമിലേക്ക് എത്താനായിട്ട്. സോ നമുക്ക് ഒരുമിച്ച് ഇരുന്നിട്ട് അത് ഡിസ്കസ് ചെയ്തിട്ട് ഒരു ബ്രാൻഡ് നെയിമിലേക്ക് എത്താം. നിങ്ങൾക്ക് കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാവുന്നതാണ്. ബുക്ക് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ ഏതൊക്കെ രീതിയിലുള്ള ബ്രാൻഡ് നെയിംസ് ആണുള്ളത്? പ്രധാനമായിട്ടും 5 രീതിയിലുള്ള ബ്രാൻഡ് നെയിംസ് ആണുള്ളത്. അതിലൊന്നാണ് ജനറിക് ബ്രാൻഡ് നെയിം. ജനറിക് നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ് എന്താണോ അത് തന്നെ നമ്മുടെ ബ്രാൻഡ് നെയിമായിട്ട് ഇടുന്നു. ഉദാഹരണത്തിന്, നിങ്ങളൊരു ടെക്സ്റ്റൈൽ യൂണിറ്റ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളതിന് ദ ടെക്സ്റ്റൈൽ എന്ന് പറയുന്ന പേരിടുന്നു. നിങ്ങളൊരു ചായക്കടയാണ്, ടീ ഷോപ്പാണെന്നുണ്ടെങ്കിൽ ദ ടീ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് പേരിടുന്നു. ഇതാണ് ജനറിക് നെയിം. ഇത്തരം പേരുകൾ ഇട്ട് കഴിഞ്ഞാൽ അതിന് ട്രേഡ് മാർക്ക് കിട്ടത്തില്ല. 99.9999% നിങ്ങൾക്ക് ആ ട്രേഡ് മാർക്ക് കിട്ടത്തില്ല. പിന്നെ എന്താണ് ഒരു 0.0001% സാധ്യത? പിസ്സ ഹട്ട് അറിയാലോ. പിസ്സ ഹട്ടിന് ട്രേഡ് മാർക്ക് കിട്ടിയിട്ടുണ്ട്. എങ്ങനെ കിട്ടി? പിസ്സ ഹട്ടിനകത്ത് എന്താണ് കൊടുക്കുന്നത്? പിസ്സ തന്നെയാണ്. അപ്പോൾ പിസ്സ ഹട്ട് എന്ന് പറയുന്നത് ഒരു ജനറിക് നെയിം അല്ലേ? പിന്നെ എങ്ങനെ ആ ജനറിക് നെയിമിന് ട്രേഡ് മാർക്ക് കിട്ടി? അതെങ്ങനെ ഒരു മൾട്ടിനാഷണൽ ബ്രാൻഡായിട്ട് മാറി? ട്രേഡ് മാർക്ക് നിയമത്തിൽ ഒരു പ്രത്യേക ക്ലോസ് ഉണ്ട്. അതായത് ഓവർ ദ ടൈം നിങ്ങൾ കുറേ കാലമായിട്ട് ഒരു ബ്രാൻഡ് നെയിം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് ആൾക്കാരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞാൽ, പിന്നീട് അത് മാറ്റിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ബിസിനസ്സിന് വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളൊരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ബ്രാൻഡ് നെയിം കേട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആൾക്കാരുടെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാപനം ഓർമ്മ വരുന്നു എന്നുണ്ടെങ്കിൽ അതിന് ട്രേഡ് മാർക്ക് കൊടുക്കണം. അങ്ങനെ ഒരു നിയമമുണ്ട്. പക്ഷെ അത് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊന്നും കിട്ടത്തില്ല. അത് 2 വർഷം 3 വർഷമൊക്കെ മുമ്പ് സ്റ്റാർട്ട് ചെയ്തവർക്കും കിട്ടത്തില്ല. കുറേ കാലങ്ങൾക്ക് മുമ്പ് ആ ബിസിനസ് നിങ്ങൾ റൺ ചെയ്യുകയാണ്, അതേ പേരിൽ റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 20-30 വർഷം മുമ്പ് നിങ്ങൾ ഒരു ബ്രാൻഡ് നെയിമിൽ ഒരു ബിസിനസ് റൺ ചെയ്യുകയാണ്, ആ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് ജനറിക് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിം ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് വെച്ചുകൊണ്ട്, ആ പ്രൂഫ് എല്ലാം വെച്ചുകൊണ്ട് എന്ത് ചെയ്യാനായിട്ട് കഴിയും? നിങ്ങൾക്ക് ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് പിസ്സ ഹട്ടിന് ട്രേഡ് മാർക്ക് കിട്ടിയത്. അതൊരു ജനറിക് നെയിമാണ് എങ്കിൽ പോലും കിട്ടി. പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർ അത്തരത്തിലൊരു പേരിട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കിട്ടത്തില്ല. രണ്ടാമത്തേതാണ് ഡിസ്ക്രിപ്റ്റീവ് നെയിം. ഡിസ്ക്രിപ്റ്റീവ്, ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, നിങ്ങൾ എന്താണോ ബിസിനസ് ചെയ്യാൻ പോകുന്നത് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന പേരുകളാണ് ഡിസ്ക്രിപ്റ്റീവ് നെയിം എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ബ്രാൻഡ് എന്ന് പറയുന്നത് സൂപ്പാണെന്ന് വിചാരിക്കുക, സൂപ്പ്. സോ നിങ്ങളതിന് സ്വീറ്റ് ആൻഡ് സോർ എന്ന് പറയുന്ന പേരിടുന്നു, സ്വീറ്റ് ആൻഡ് സോർ. അപ്പം സൂപ്പും സ്വീറ്റ് ആൻഡ് സോറും, സ്വാഭാവികമായിട്ടും സൂപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് കൈൻഡ് ഓഫ് സൂപ്പാണ് ഈ പറയുന്ന സ്വീറ്റ് ആൻഡ് സോർ എന്ന് പറയുന്നത്, അല്ലേ? സോ ഇത് ഡിസ്ക്രിപ്റ്റീവ് ആണ്. അതായത് നിങ്ങളുടെ ബിസിനസ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന പേരാണ് സ്വീറ്റ് ആൻഡ് സോർ എന്ന് പറയുന്നത്. സോ ഇത്തരം പേരുകൾക്കും ട്രേഡ് മാർക്ക് കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. ഞാനിവിടെ ട്രേഡ് മാർക്കിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, ഞാൻ മറ്റ് പ്രധാനപ്പെട്ട മേഖലയിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ SEO ഗൂഗിളിൽ അടിച്ചു കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, അല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് റിസൾട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വീറ്റ് ആൻഡ് സോർ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഈ സ്വീറ്റ് ആൻഡ് സോറിൻ്റെ മീനിങ് വരുന്നുണ്ടാകും, അല്ലെങ്കിൽ ഈ സൂപ്പിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ടാകും. ഒരിക്കലും നിങ്ങളുടെ പ്രോഡക്റ്റ് അവിടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കത്തില്ല. കാരണം സ്വീറ്റ് ആൻഡ് സോർ ഓൾറെഡി ഈ പറയുന്ന ഗൂഗിളിനകത്ത്, അല്ലെന്നുണ്ടെങ്കിൽ വെബ് സ്പേസിനകത്ത് അതിൻ്റെ മീനിങ്ങും അല്ലെങ്കിൽ അതുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബ്രാൻഡ് നെയിം ഒരിക്കലും മേലെ വരത്തില്ല, ഡൊമൈന് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കിട്ടത്തില്ല. അപ്പം ഇത്തരത്തിൽ ഡിസ്ക്രിപ്റ്റീവ് നെയിം എടുക്കുന്നതും ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. പക്ഷേ
ഈ ഡിസ്ക്രിപ്റ്റീവ് നെയിമിൽ തന്നെ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ട് കുറേ ചേഞ്ചസ് വരുത്തിയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാനായിട്ട് കഴിയും. ഞാൻ കുറച്ചെങ്കിലും ഇത്തരത്തിലുള്ള ബ്രാൻഡ് നെയിംസ് റെഫർ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ അവർ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ട്രേഡ് മാർക്ക് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കുറച്ച് നുറുങ്ങ് വിദ്യകളുണ്ട്. ആ വിദ്യകൾ ഞാനിപ്പോൾ ഇതിനകത്ത് പറയുന്നില്ല. അത്തരത്തിൽ ചെയ്തുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ട്രേഡ് മാർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം. പക്ഷേ ഡെഫിനറ്റ്ലി റിസ്ക് ഉണ്ട്. ആ റിസ്ക് ബെയർ ചെയ്യേണ്ടത് അതിൻ്റെ പ്രൊപ്പറേറ്റർ തന്നെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഡിസ്ക്രിപ്റ്റീവ് ബ്രാൻഡ് നെയിം ആവുന്ന സമയത്ത് അതിനുള്ളൊരു മാർക്കറ്റ് ബെനിഫിറ്റ് ഉണ്ട്. അതായത് ഒരു പ്രോഡക്റ്റ് എന്താണെന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് അല്ലാതെ നമുക്ക് പറയേണ്ട ആവശ്യം വരുന്നില്ല. ഇൻഡയറക്ട്ലി ഈ പറയുന്ന ബ്രാൻഡ് നെയിമിനകത്ത് തന്നെ, ബ്രാൻഡ് നെയിം കാണുന്ന സമയത്ത് തന്നെ അത് ഇന്ന പ്രോഡക്റ്റിൻ്റെ ആണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ന പ്രോഡക്റ്റ്സ് ഒക്കെയാണ് സെല്ല് ചെയ്യുന്നുള്ളത് മനസ്സിലാവും. അപ്പം അങ്ങനെ ഒരു മാർക്കറ്റിനകത്ത് ഒരു വലിയൊരു പോസിബിലിറ്റി ഉണ്ട് അത്തരത്തിലുള്ളൊരു ബ്രാൻഡ് നെയിം നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഈ പറയുന്ന ലീഗൽ ആസ്പെക്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിസ്ക് എലമെൻറ്റും ഉണ്ട്. പക്ഷെ അത് കുറയ്ക്കാനായിട്ട് നമുക്ക് കഴിയും. കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. കുറച്ച് പണച്ചെലവും ഡെഫിനറ്റ്ലി ഉണ്ടാവും അതിനകത്ത്. ട്രേഡ് മാർക്കുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പം അത്തരത്തിലുള്ള പേരുകൾ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തേതാണ് സജസ്റ്റീവ് ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത്. സജസ്റ്റീവ് ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ബ്രാൻഡ് നെയിമിനേക്കാളും ഒരുപടി താഴെ നിൽക്കുന്നതാണ്. ഡിസ്ക്രിപ്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി എന്താണ് പ്രോഡക്റ്റ് എന്നുള്ളത് അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ഫീച്ചറോ അതിൻ്റെ ക്വാളിറ്റിയോ എന്താണെന്നുള്ളത് മനസ്സിലാവും. സജസ്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡയറക്ട്ലി ആയിരിക്കും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഫേസ്ബുക്ക് എന്ന് പറയുന്ന പേര്, ആ ഫേസ്ബുക്ക് മുഖപുസ്തകം, അതിനകത്ത് നമ്മൾ ചെയ്യുന്നത് നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നു. നമ്മളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് ഫേസ്ബുക്കിനകത്ത് കാണാനായിട്ട് കഴിയും. സോ മുഖപുസ്തകം ഇൻഡയറക്ട്ലി ഇത്തരത്തിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നമ്മളൊരു ബ്രാൻഡ് നെയിം കൊടുക്കുന്നു. ഇതാണ് എന്താ സജസ്റ്റീവ് ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി സജസ്റ്റീവ് ബ്രാൻഡ് നെയിംസിനും ധാരാളം പോസിബിലിറ്റീസ് ഉണ്ട്. സജസ്റ്റീവ് ബ്രാൻഡ് നെയിമിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം പണിയുണ്ട്. കാരണം അത്തരത്തിൽ നല്ലൊരു ബ്രാൻഡ് നെയിം കണ്ടെത്താനും എല്ലാത്തിനുമായിട്ട്. ആൻഡ് ഓൾസോ ലീഗലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചാലഞ്ച് ഉണ്ട്. പക്ഷേ ഈ ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ ജനറിക് ബ്രാൻഡ് നെയിമിൻ്റെ അത്ര ചാലഞ്ച് ഉണ്ടാവില്ല, കുറച്ചുകൂടെ കുറവായിരിക്കാം. പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സജസ്റ്റീവ് ബ്രാൻഡ് നെയിംസ് നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയും. അത് മാർക്കറ്റിൽ നല്ല രീതിയിൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. കാരണം അത് കാണുന്ന സമയത്ത് ഡയറക്റ്റ്ലി അല്ലാന്നുണ്ടെങ്കിലും ഇൻഡയറക്ട്ലി അതെന്താണെന്നുള്ളത് ആൾക്കാരുടെ മനസ്സിലേക്ക് വരും. ഉദാഹരണത്തിന് സൺസിൽക്ക് എന്ന് പറയുന്നത് ഒരു സജസ്റ്റീവ് ബ്രാൻഡ് നെയിമാണ്. ആ സിൽക്ക് എന്ന് പറയുന്ന ടേം വരുന്നുണ്ട്. അത് ഹെയറുമായിട്ട് ഡയറക്റ്റായിട്ട് കണക്ഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഇൻഡയറക്ട്ലി സൺസിൽക്ക് ആ ഒരു ഹെയറിൻ്റെ ഒരു ക്വാളിറ്റി ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്, റൈറ്റ്? അപ്പം ഇത്തരത്തിലുള്ള ബ്രാൻഡ് നെയിംസും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നാലാമത്തേതാണ് ആർബിട്രറി ബ്രാൻഡ് നെയിംസ്. ആർബിട്രറി ബ്രാൻഡ് നെയിംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു റിയൽ ടേം തന്നെ ആയിരിക്കും. ഇപ്പം ആപ്പിൾ എന്ന് പറയുന്നത്, റൈറ്റ്, റിയൽ ടേം. പക്ഷേ ഈ പേരുമായി കണക്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയിരിക്കത്തില്ല. ഇപ്പം ആപ്പിൾ വിൽക്കുന്നത് ഒരിക്കലും ആപ്പിൾ അല്ല, അല്ലെങ്കിൽ ആപ്പിളുമായി ബന്ധപ്പെട്ടുള്ള ആപ്പിൾ ജ്യൂസോ ആപ്പിൾ ജാമോ ഈ കാര്യങ്ങളൊന്നും ഒരു ഫുഡ് പ്രൊഡക്ട്സേ അല്ല അവർ വിൽക്കുന്നത്. എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മേഖലയാണ്, അല്ലേ? ആമസോൺ എന്ന് പറയുന്ന ഒരു ടേം. പക്ഷേ ആമസോൺ വിൽക്കുന്നത് അല്ലെങ്കിൽ ആമസോണിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് ഇ-കൊമേഴ്സ് ആണ്. ഈ പറയുന്ന ഫോറസ്റ്റുമായിട്ട് യാതൊരു ബന്ധവും വരുന്നില്ല. അപ്പം ഇറ്റ്സ് എ റിയൽ ടേം ആയിരിക്കും. പക്ഷേ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസും അല്ലെങ്കിൽ ഗുഡ്സും എൻറ്റയർലി ഡിഫറെൻറ്റ് കാറ്റഗറി ആയിരിക്കും. ഇത് നമുക്ക് ലീഗലി നോക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് പോസിബിൾ. നമുക്ക് ട്രേഡ് മാർക്ക് കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണത്. അത്തരത്തിലുള്ള കൈൻഡ് ഓഫ് ആർബിട്രറി നെയിംസ് ആണെന്നുണ്ടെങ്കിൽ. ഇത്തരം ആർബിട്രറി നെയിംസ് നമ്മൾ ധാരാളം ക്ലയൻസിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അഞ്ചാമത്തേത് ഇൻവെൻറ്റഡ് നെയിം അല്ലെങ്കിൽ കോയിൻഡ് ടേംസ് എന്ന് പറയാം. അതായത് നമ്മൾ ഉണ്ടാക്കിയെടുത്തുള്ള ടേം ആയിരിക്കും. ലോകത്തിൽ വേറെ എവിടെ ഈ സാധനം കാണത്തില്ല, നമ്മുടേത് മാത്രമായിരിക്കും. ഒരു പക്ഷേ ഞങ്ങൾ ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ചെയ്തിട്ടുള്ളതും ചെയ്തു കൊടുത്തിട്ടുള്ളതും അതായിരിക്കും. കാരണം നമ്മുടെ ക്ലയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റിസ്ക് എടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വളരെ സേഫറായിട്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പേരാണ് ഇത്തരത്തിലുള്ള ആർബിട്രറി നെയിംസ്. കാരണം അവർക്ക് ഇമീഡിയറ്റ്ലി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ ലേറ്റർ ഓൺ സ്റ്റാർട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന സജസ്റ്റീവ് ബ്രാൻഡ് നെയിംസോ അല്ലെങ്കിൽ ആർബിട്രറി ബ്രാൻഡ് നെയിംസോ അവർക്ക് ചൂസ് ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ കാരണം ആ പേര് കിട്ടിയതിന് ശേഷം ബിസിനസ് അവർ ആരംഭിക്കത്തുള്ളൂ. പക്ഷേ അല്ല, ഇമീഡിയറ്റ്ലി ബിസിനസ് ആരംഭിക്കണം, ധാരാളം അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത്തരം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറയുന്ന ഇൻവെൻറ്റഡ് ടേംസ് അല്ലെങ്കിൽ കോയിൻഡ് ടേംസ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പം നമ്മൾ ചെയ്തു കൊടുത്തുള്ള ഒന്ന് പണ്ടത്തെ ഓർഗസ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ കൊക്കോണൻ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്. കൊക്കോണൻ്റ് കുറച്ചുകൂടെ സജസ്റ്റീവ് അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആർബിട്രറി ആണ്. പക്ഷേ ഇറ്റ്സ് അഗെയിൻ എ കോയിൻഡ് ടേം. അതുപോലെ വർണോബ് എന്ന് പറയുന്ന പേര്, ഇതിനൊക്കെ മീനിങ് ഉണ്ട്. ഇതിനൊക്കെ ഇൻഡയറക്ട്ലി അതിനൊരു മീനിങ് ഡെഫിനറ്റ്ലി ഉണ്ട്, ഈവൻ ദോ കോയിൻഡ് ടേം ആണെന്നുണ്ടെങ്കിൽ പോലും. പിന്നെ ബികുക്ക് 360 എന്ന് പറയുന്ന ബ്രാൻഡ് നെയിം, അത് കുറച്ചുകൂടി ഒരു ഡിസ്ക്രിപ്റ്റീവ് ആണ്, അല്ലെങ്കിൽ ഒരു സജസ്റ്റീവ് ബ്രാൻഡ് നെയിമിൻ്റെ ഗണത്തിൽപ്പെടുത്താനായിട്ട് കഴിയും. അതിനും ട്രേഡ് മാർക്ക് കിട്ടിയിട്ടുണ്ട്. അവരിപ്പോൾ 1 crore ടേൺ ഓവറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഓർഗാനിക് പച്ചക്കറിയുടെ ബിസിനസ്സാണെന്ന് ഓർക്കണം. അതിന് 1 crore കിട്ടുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമില്ല. ഓർഗാനിക് എന്ന് പറയുന്നത് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ആക്സോണസ്റ്റ് എന്ന് പറയുന്നത്, ബൊട്ടാനി ബ്ലൂംസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ സജസ്റ്റീവ് ആണ്, ബൊട്ടാനി ബ്ലൂംസ്. അതേപോലെ ഫ്ലോറ ഡ്യൂസ്, പിന്നെ വേറെ കുറേ ബ്രാൻഡ് നെയിംസ് ഉണ്ട്. ആ ബ്രാൻഡ് നെയിംസ് ഒക്കെ ഇപ്പോൾ അണ്ടർ പ്രോസസ്സിങ്ങിലായതുകൊണ്ട് ഞാനത് പേരുകൾ പറയുന്നില്ല. അപ്പം ഇത്തരം പേരുകൾക്കുള്ള ട്രേഡ് മാർക്ക് സാധ്യതയാണെന്നുണ്ടെങ്കിലും ഗൂഗിളിൽ സെർച്ച് റിസൾട്ടിൽ നമുക്ക് ടോപ്പിൽ കൊണ്ടുവരാനാണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടി ഈസി ആയിരിക്കും.
പക്ഷേ ഞാൻ പറഞ്ഞ ജനറിക് ബ്രാൻഡ് നെയിം ഒഴിച്ച് ബാക്കിയുള്ള ബ്രാൻഡ് നെയിംസിന് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. അത് നിങ്ങളുടെ ബിസിനസ്സിനെ നോക്കിയിട്ട് വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ വിഷൻ നോക്കിയിട്ട് വേണം നിങ്ങൾ ഏത് ബ്രാൻഡ് നെയിം വേണമെന്നുള്ളത് ചൂസ് ചെയ്യാനായിട്ട്. അപ്പം കുറേ കാര്യങ്ങൾ മനസ്സിലായല്ലോ. വളരെ സൂക്ഷിച്ചും കണ്ടും മാത്രം ബ്രാൻഡ് നെയിം ചൂസ് ചെയ്യുക. എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അവസാനം നിങ്ങൾ എൻ്റെ അടുത്ത് തന്നെ വരും അതിൻ്റെ ലീഗൽ നോട്ടീസും കൊണ്ട്. പിന്നെ അത് സോൾവ് ചെയ്യാനായിട്ട് അതിൻ്റെ പുറകെ നടക്കേണ്ടതായിട്ട് വരും. ആ ഒരു പ്രശ്നത്തിലേക്ക് വീഴാതിരിക്കുക. റൈറ്റ്. മറ്റൊരു വിഷയമായിട്ട് കാണാൻ മതി. സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.